അടൂർ കോട്ടുമുകളിലെ വീടിനുള്ളിൽ ഉയർന്ന വലിയ ബഹളം തന്നെ കേട്ടാണ് അയൽവാസികൾ ഓടിക്കൂടിയത്. അടൂര് സംഭവിച്ച ഈ ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ ആദ്യം എല്ലാ വാർത്തയുടെ തലക്കെട്ടിലും തുടങ്ങുന്നത് ഈ ഒരു വരിയ തന്നെയാണ്. ഭയന്നുപോയ നാട്ടുകാർ ഉടൻ തന്നെ അടൂർ നഗരസഭാ കൗൺസിലർ നഷ്മൽ കാവിലയെ വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ നഷ്മൽ അടച്ചിട്ട വീടിനുള്ളിൽ ഉണ്ടായിരുന്ന യുവാവിനോട് കതക് തുറക്കാൻ കർശനമായി ആവശ്യപ്പെട്ടു. തുടർന്ന് യുവാവ് അകത്തുനിന്ന് കതക് തുറന്നതോടെയാണ് ഉള്ളിൽ കണ്ട കാഴ്ച എല്ലാവരെയും വേദനിപ്പിക്കുകയും കണ്ടുനിന്നവരെല്ലാവരും ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന ഒരു ദൃശ്യം പുറത്തു വരികയും ചെയ്തത്. ഇതോടെയായിരുന്നു അവർക്ക് ഇവിടുത്തെ സംഭവം വളരെയധികം തന്നെ കാഠിന്യമുള്ളതാണെന്നും ഇതിന്റെ അവസ്ഥ സത്യത്തിൽ എന്താണ് എന്നുകൂടി മനസ്സിലാക്കുകയും ചെയ്യുന്നതെന്ന് കൂടി പറയുന്നു. ഇപ്പോൾ എല്ലാവരും അടൂരിലേക്കും ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന വാർത്തയെക്കുറിച്ചുമാണ് ചോദിക്കുകയും ചെയ്യുന്നത്. ഹാളിലെ സ്റ്റെയർ കേസിന്റെ പടിയിൽ ഷോളിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു യുവതി. എന്നാൽ അതിലും ഭീതിജനകമായ കാര്യം തൂങ്ങി നിൽക്കുന്ന ഷൈനയുടെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു എന്നതാണ്. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായ അടൂർ കോട്ടുമുകൾ ഷിനാസ് മൻസിലെ ഷൈനയാണ് ദുരൂഹ സാഹചര്യത്തിൽ വീടിനുള്ളിൽ ദാരുണമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. 31 വയസ്സായിരുന്നു ഷഹനയ്ക്ക്. ഈ നിലയിലോ ആത്മഹത്യ ചെയ്ത നിലയിലോ കണ്ടെത്തുകയായിരുന്നു എന്ന് പറയാം. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന ഷഹനയുടെ വീട്ടിൽ സംഭവം നടക്കുമ്പോൾ ഏഴംകുളം സ്വദേശിയായ ആൺ സുഹൃത്തും ഉണ്ടായിരുന്നു. വാതിൽ തുറന്ന യുവാവിന്റെ ശരീരത്തിലും രക്തപ്പാടുകൾ ഉണ്ടായിരുന്നു. ദുരൂഹത ഇത് ഇരട്ടിയാക്കുന്നു. നഗരസഭാ കൗൺസിലർ വിവരമറിയിച്ചതിനെ തുടർന്ന് മിനിറ്റുകൾക്കകം അടൂർ പോലീസ് സ്ഥലത്തെത്തി ഈ യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെയാണ് അടൂരിനെ നടുക്കിയ ഈ സംഭവം അരങ്ങേറുന്നത്. വീട്ടിൽ നിന്ന് വലിയ തോതിലുള്ള വഴക്കും നിലവിളിയും കേട്ടതോടെയാണ് അയൽക്കാർ കൗൺസിലറെ വിവരമറിയിക്കുന്നത്. കൗൺസിലറുടെ സംയോജിതമായ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ സംഭവ സ്ഥലത്ത് നിന്ന് യുവാവ് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. മൃതദേഹം കണ്ടെത്തിയ ഹാൾ, സ്റ്റെയർ കേസിന്റെ പരിസരം, വീടിന്റെ മുൻവശം എന്നിവിടങ്ങളിലെല്ലാം രക്തത്തിന്റെ പാടുകൾ വീണ് കിടപ്പുണ്ടായിരുന്നു. സാധാരണ ആത്മഹത്യാ കേസുകളിൽ കാണാത്ത തരത്തിലെ രക്തസ്രാവം ഉണ്ടായത് വലിയ ചോദ്യചിഹ്നമായി ഉയരുന്നു. തൂങ്ങി മരണമാണെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നുമെങ്കിലും മരണത്തിന് മുൻപ് കടുത്ത ശാരീരിക ആക്രമണം നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഷഹനയെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച ശേഷം തൂക്കിക്കെട്ടിയതാണോ അതോ മർദ്ദനത്തിനിരയായ ശേഷം യുവതി സ്വയം ജീവനൊടുക്കിയതാണോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. കസ്റ്റഡിയിലുള്ള ഏഴംകുളം സ്വദേശിയായ യുവാവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇരുവരും തമ്മിൽ മുൻപും സാമ്പത്തിക വ്യക്തിഗത തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി തന്നെ സൂചനയുമുണ്ട്. അതുപോലെ സംഭവ സ്ഥലം പോലീസ് പൂർണ്ണമായും സീൽ ചെയ്തിരിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും ചൊവ്വാഴ്ച രാവിലെ വീട്ടിലെത്തി വിശദമായ ശാസ്ത്രീയ തെളിവെടുപ്പ് നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഷഹനയുടെ മരണം എന്താണ് എന്നതാണ് എല്ലാവരും ചർച്ച ചെയ്തത്. ഒന്നില്ലെങ്കിൽ കൊലപാതകം, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ. ശാരീരിക പീഡനം മരിക്കുന്നതിന് മുൻപ് സംഭവിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടായിരുന്ന ആൺ സുഹൃത്തിനെ സംശയിക്കേണ്ടതായിരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം.